എന്റെ ദൈവമേ, ഇനിയും ഞാൻ എന്തിനാ ജീവിച്ചിരിക്കുന്നത്? സഹിക്കാവുന്നതിലപ്പുറം ഞാൻ സഹിച്ചു. അപമാനം, കണ്ണീര്, ഒടുവിലിതാ എന്റെ മകള്. അവൾക്ക് വേണ്ടിയാ ഞാൻ ജീവിച്ചത്. അവളും എന്നെ തള്ളി പറഞ്ഞിരിക്കുന്നു. വേണ്ട, എനിക്കിനി ഈ ജീവിതം വേണ്ട. അമ്മ അമ്മ മോളെ, അമ്മ അമ്മേനോട് ക്ഷമിക്കമ്മ. ഞാൻ സത്യങ്ങൾ അറിയാതെ അമ്മയുടെ മനസ്സിനെ മുറിയേൽപ്പിച്ചു. അമ്മ എനിക്ക് മാപ്പ് തരണം. സോറി അമ്മ. അതൊന്നും സാരമില്ല മോളെ. ഞാൻ എന്റെ അമ്മയെ തെറ്റിദ്ധരിച്ചുപോയി. എന്റെ എടുത്തുചാട്ടം എനിക്ക് പറ്റിയ തെറ്റ്. എനിക്ക് എനിക്ക് എന്താ മോളെ ഇത്? ഒന്നും സാരമില്ലെന്ന് അമ്മ പറഞ്ഞില്ലേ? പത്മാവതി മാഡം ക്ഷമിച്ചു മോളെ. മക്കൾക്ക് പറ്റുന്ന ചെറിയ ചെറിയ തെറ്റുകൾക്ക് മാതാപിതാക്കൾക്ക് ക്ഷമിക്കാനും സഹിക്കാനും ഇല്ലേ പറ്റൂ. ജഗന്നാഥനും ഞാനും തമ്മിൽ സംസാരിച്ചത് ഒളിച്ചു നിന്ന് കേട്ടു. കാര്യങ്ങൾ മനസ്സിലാക്കാതെ തെറ്റിദ്ധരിച്ചു. സാരമില്ല, പോട്ടെ. ഇപ്പോ പത്മാവതി ഞാനിവിടെ ഉണ്ടല്ലോ. ഞങ്ങളെയാണല്ലോ അമ്പി കരുക്കളാക്കിയത്. നടന്ന കാര്യങ്ങളെല്ലാം നിങ്ങളിപ്പോ അറിയണം. ഞാൻ എന്റെ പെങ്ങളെ പോലെ കരുതിയ പത്മയെ എന്നെയും ചേർത്ത് ആ അംബിക പറഞ്ഞുണ്ടാക്കിയ കള്ളക്കഥകൾ ഞങ്ങൾക്കും അതറിയണം. എല്ലാവരും എല്ലാം ഞങ്ങളോട് തുറന്നു പറയണം. അതിനുള്ളൊരവസര ഇപ്പൊ വന്നിരിക്കുന്നത്. കാര്യങ്ങൾ ഏറെക്കുറെ എനിക്കറിയാമെങ്കിലും നടന്ന സംഭവങ്ങള് അതേപടി എനിക്കറിയില്ല. എനിക്ക് കൂടി അതറിയണം. പത്മ പറയും. അകലേ നോവിനാലേ